ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി വേലന്താവളം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിൽ രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവന്ന 30 ലക്ഷം രൂപ പിടികൂടി. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായാണ് എക്സൈസ് സംഘം വാഹന പരിശോധന നടത്തിയത്. കോയമ്പത്തൂരിൽ നിന്ന് ചിറ്റൂരിലേക്ക് വരികയായിരുന്ന സ്കൂട്ടറിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. വാഹനത്തിൽ രേഖകളില്ലാതെ 30 ലക്ഷം രൂപ കടത്തിക്കൊണ്ടുവന്നതായി പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു. ചിറ്റൂർ തറക്കളം ലക്ഷ്മി നിവാസിൽ പ്രഭാകരന്റെ മകൻ മണിക്കുട്ടനിൽ നിന്നാണ് പണം പിടികൂടിയത്. പണത്തിന്റെ ഉറവിടവും കൈവശവും വെച്ചതിന്റെ രേഖകളും സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ഹാജരാക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് എക്സൈസ് സംഘം പണം കസ്റ്റഡിയിലെടുത്തത്. പിടികൂടിയ പണം തുടർ നടപടികൾക്കായി ഇൻകം ടാക്സ് വകുപ്പിന് കൈമാറി. വേലന്താവളം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ എക്സൈസ് ഇൻസ്പെക്ടർ ലിജോ ഉമ്മന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ.ഒ. പ്രസന്നൻ, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് എം ജോസ് പ്രകാശ്, സിവിൽ എക്സൈസ് ഓഫീസർ ശ്യാം മോഹൻ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി അതിർത്തി മേഖലകളിലും പ്രധാന റോഡുകളിലും വാഹന പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. അനധികൃത പണത്തിന്റെ കൈമാറ്റം, മദ്യം, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി പരിശോധനകൾ തുടരുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.